അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം അധ ദ്വിതീയസ്കന്ധ തൃതീയോധ്യായ. രണ്ടാമത്തെ സ്കന്ധത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 14 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ഋഷയ ഊചു ഉൽപ്പത്തിസ്തു ത്വയാ പ്രോക്ത വ്യാസസ്യാമിത തേജസാ സത്യവത്യാസ്തഥാ സൂത വിസ്തരേണ ത്വയാനഘ. തഥാപ്യേകസ്തു സന്ദേഹശ്ചിത്തേസ്മാകം സുസംസ്ഥിത ന നിവർത്തതി ധർമ്മജ്ഞാ കഥിതേന ത്വയാനഘ. മാതാ വ്യാസസ്യ യാ പ്രോക്ത നാമ്നാ സത്യവതീ ശുഭാ സാ കഥം നൃപതിം പ്രാപ്ത ശന്തനും ധർമ്മവിത്തമം. നിഷാദപുത്രീം സ കഥം വൃതവാൻ നൃപതി സ്വയം ധർമ്മിഷ്ഠ പൗരവോ രാജാ കുലഹീനാമസംവൃതാം. ശന്തനോ പ്രഥമോ പത്നി കാഹ്യഭൂൽ കഥയാധുനാ ഭീഷ്മ പുത്രോധ മേധാവി വസോരംശ കഥം പുനാ. ത്വയാ പ്രോക്തം പുരാ സൂത രാജാ ചിത്രാംഗദകൃത സത്യവത്യാ സുതോ വീരോ ഭീഷ്മേണാമിത തേജസോ. ചിത്രാംഗദേ ഹതേ വീരേ കൃതസ്തദനുജസ്തഥാ വിചിത്രവീര്യനാമാസൗ സത്യവത്യാ സുതോ നൃപ. ജ്യേഷ്ഠേ
ഭീഷ്മേ സ്ഥിതേ പൂർവം ധർമ്മിഷ്ഠേ രൂപവത്യപി കൃതവാൻ സ കഥം രാജ്യം സ്ഥാപിതസ്തേന ജാനതാ മൃതേ വിചിത്രവീര്യേ തു സത്യവത്യതിദുഃഖിതാ വധൂഭ്യാം ഗോളകൗ പുത്രൗ ജനയാമാസ സാ കഥം കഥം രാജ്യം ന ഭീഷ്മായ ദദൗ സാ പരവർണിനി ന കൃതസ്തു കഥം തേന വീരേണ ദാരസംഗ്രഹ അധർമ്മസ്തു കൃതഃ കസ്മാൽ വ്യാസേനാമിത തേജസാ ജ്യേഷ്ഠേന ഭ്രാതൃഭാര്യായാം പുത്രാവുത്പാദിതാവിതി പുരാണകർത്താ ധർമാത്മാ സ കഥം കൃതവാൻ മുനി സേവനം പരദാരാണാം ഭ്രാതൃശ്ചൈവ വിശേഷത ജുഗുപ്സിതമിദം കർമ്മ സ കഥം കൃതവാൻ മുനി ശിഷ്ടാചാര കഥം സൂത വേദാനുമിതി കാരക ഹരേ വ്യാസശിഷ്യോസി മേധാവിൻ സന്ദേഹം ഛേത്തുമർഹസി ശ്രോതുകാമാ വയം സർവേ ധർമ്മക്ഷേത്രേ കൃതക്ഷണാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയസ്കന്ധ തൃതീയോധ്യായ. മൂന്നാമത്തെ അധ്യായത്തിലെ 1 മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷ ഭാഷാഗാനമായി പാടി അമ്മയുടെ ചരണകമലങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഋഷികൾ പറഞ്ഞു, തേജസ്വിയാം വാസന്റെയും സത്യവതി തന്നുടെയും തേജസ്വിയാം വ്യാസന്റെയും സത്യവതി തന്നുടെയും ഉൽപ്പത്തി കഥകൾ ഭവാൻ വർണ്ണിച്ചുവല്ലോ. എങ്കിലും മനസ്സിനുള്ളിൽ സംശയം തീരുന്നതില്ല. ഇത്രയേറെ പറഞ്ഞിട്ടും മനം വ്യാകുലം. സത്യവതി വ്യാസനുടെ മാതാവെന്നു പറഞ്ഞല്ലോ. ശന്തനുവിൻ ഭാര്യയായി തീർന്നതെങ്ങിനെ? കുലഹീനയാമവളെ ധർമ്മജ്ഞനാം ശന്തനു തൻ ഭാര്യയായി സ്വീകരിക്കാൻ എന്തു കാരണം? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശന്തനു തന്നാദ്യപതി ആരാണെന്നു പറയുക? ഭീഷ്മർ വസുവിൻ്റെ അംശമായതെങ്ങിനെ? സത്യവതി തൻ പുത്രനാം ചിത്രാംഗദനെയും ഭീഷ്മർ രാജസിംഹാസനമേറ്റി എന്നും പറഞ്ഞു. ചിത്രാംഗദൻ കൊല്ലപ്പെട്ടു, അനുജനാം സത്യവതി പുത്രൻ വിചിത്രവീര്യനും രാജാവായല്ലോ. ധർമ്മിഷ്ഠനും ജ്യേഷ്ഠനുമാം ഭീഷ്മർ ഇരിക്കവേ തന്നെ
വിചിത്രവീര്യൻ എങ്ങനെ രാജ്യഭാരത്തെ സ്വീകരിച്ചു ഈ വിധത്തിൽ ഏറെ സംശയം ഞങ്ങൾ തൻ മനസ്സിലുണ്ട്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. വിചിത്രവീര്യൻ മരിച്ചു ദുഃഖിതയാം സത്യവതി, വിധവയിൽ പുത്രന്മാരെ സൃഷ്ടിച്ചതെന്തേ? ഭീഷ്മർക്കെന്തേ സത്യവതി രാജ്യത്തെ നൽകിയതില്ല? ഭീഷ്മരന്റെ വിവാഹത്തെ നടത്തിയില്ല. സഹോദര ഭാര്യമാരിൽ പുത്ര സൃഷ്ടിയാമധർമ്മം തേജസ്വിയാം വ്യാസനെന്തേ ചെയ്തു അത്ഭുതം? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. പുരാണകർത്താവും ധർമാത്മാവുമായ വ്യാസമുനി ഭ്രാതൃഭാര്യമാരെ സ്വീകരിച്ചു ആശ്ചര്യം. ശിഷ്ടാചാരൻ വേദവ്യാസൻ ഈ വിധത്തിൽ നിന്ദ്യമായ പ്രവൃത്തിയെ ചെയ്തു വധു അത്ഭുതം തന്നെ. വ്യാസശിഷ്യനാകും സൂത സംശയങ്ങൾ നീക്കിയിടണേ. കാത്തിരിപ്പു ഞങ്ങളെല്ലാം കഥകൾ കേൾക്കാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം. ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം. വാക്കായി സുഗീതങ്ങളായി ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാദാംബികേ. വീഴുന്നു നാമാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 115-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ രണ്ടാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 14 ശ്ലോകങ്ങളാണ് ആദ്യം പാരായണം ചെയ്തത്, പിന്നെ ഭാഷാഗാനമായി പാടിയത്. ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നു. ഋഷികൾ സൂതപൗരാണികനോട് ചോദിക്കുകയാണ്, ഉൽപ്പത്തിസ്തു ത്വയാ പ്രോക്ത വ്യാസസ്യാമിത തേജസ സത്യവത്യാസ്തഥാ സൂത വിസ്തരേണ ത്വയാനഘ. ഹേ അനഘ, പാപരഹിതനായിരിക്കുന്ന സൂത, അങ്ങ് പറഞ്ഞു എന്തിനെക്കുറിച്ച്? അമിത തേജസ്വിയായിരിക്കുന്ന വ്യാസനെക്കുറിച്ചും അതേപോലെ ആ വ്യാസന്റെ അമ്മയായ സത്യവതിയെക്കുറിച്ചും അങ്ങ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. തഥാപ്യേകസ്തു സന്ദേഹശ്ചിത്തേസ്മാകം സുസംസ്ഥിത. എങ്കിലും ഒരു സംശയം ഞങ്ങളുടെ ഉള്ളിൽ
ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ന നിവർത്തതി ധർമ്മജ്ഞ കഥിതേന ത്വയാനഘ. വീണ്ടും അനഘ എന്ന് തന്നെ പാപരഹിതനായിരിക്കുന്ന സൂത, ആ ധർമ്മജ്ഞനായിരിക്കുന്ന സൂത, അങ്ങ് പറഞ്ഞ കഥകളിൽ നിന്നൊന്നും ഇതിന് ഒരു മറുപടി കിട്ടണില്ല, ആ സംശയം ഞങ്ങളുടെ തീരണില്ല. മാതാ വ്യാസസ്യ യാ പ്രോക്ത നാംനാ സത്യവതി ശുഭ. വ്യാസന്റെ അമ്മ എന്നുള്ള രീതിയിൽ ആ സത്യവതിയാണ്, ശുഭയായ സത്യവതിയാണ് വ്യാസന്റെ അമ്മ എന്ന് പറഞ്ഞു. എങ്കിൽ സാ കഥം നൃപതിം പ്രാപ്ത ശന്തനും ധർമ്മവിത്തമം. പിന്നെ എങ്ങനെയാണ് ധർമ്മവിത്തമനായിരിക്കുന്ന ധർമാത്മാവായിരിക്കുന്ന ആ ശന്തനു എന്ന രാജാവുമായി ഈ സത്യവതി ചേർന്നത്? നിഷാദപുത്രീം സ കഥം വൃതവാൻ നൃപതി സ്വയം ധർമ്മിഷ്ഠ പൗരവോ രാജ കുലഹീനാം അസംവൃത. കുലഹീനയും അസംവൃത ഒതുക്കമില്ലാത്തവളുമായിരിക്കുന്ന, അല്ലേ? അങ്ങനെയാണല്ലോ പരാശരനെ സ്വീകരിച്ചത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ ദാശപുത്രിയെ, നിഷാദപുത്രിയെ സ കഥം വൃതവാൻ, എങ്ങനെയാണ് ധർമ്മിഷ്ഠനായിരിക്കുന്ന പൗരവൻ എന്ന് വെച്ചാൽ ആ പുരുവംശത്തിൽപ്പെട്ട ഇദ്ദേഹം ആ ശന്തനു വിവാഹം കഴിച്ചത്? ശന്തനോ പ്രഥമാ പത്നി കാഹ്യഭൂത് കഥയാധുന. അതേപോലെ ശന്തനുവിൻ്റെ ആദ്യ പത്നി ആരാണ് എന്ന് പറയുക. ഭീഷ്മ പുത്രോധ മേധാവി വസോരംശ കഥം പുന. പിന്നെ മകനായ മേധാവിയായ ഭീഷ്മർ വസുവിൻ്റെ അംശമായത് എങ്ങനെയാണ് എന്നുള്ളതും പറഞ്ഞു തരൂ. പിന്നെ ത്വയാ പ്രോക്തം പുരാസൂത രാജ ചിത്രാംഗത കൃത സത്യവത്യ സുതോ വീരോ ഭീഷ്മേണ അമിത തേജസ്. സുത സത്യവതിയുടെ മകനായ വീരനായ ചിത്രാംഗതനെ അതീവ തേജസ്വിയായിരിക്കുന്ന ഭീഷ്മര് രാജാവാക്കി എന്ന് അങ്ങ് പറഞ്ഞു. ചിത്രാംഗതേ ഹതേ. ആ ചിത്രാംഗതൻ മരിച്ചപ്പോഴോ, കൊല്ലപ്പെട്ടപ്പോ വീരേ കൃതസ്തനുജസ്തധ. പിന്നെയോ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അനുജൻ സത്യവതിയുടെ പുത്രനായിരിക്കുന്ന വിചിത്രവീര്യനെ രാജാവാക്കി വാഴിച്ചു. അപ്പോ മൃതേ വിചിത്രവീര്യതു. ആ വിചിത്രവീര്യന് മരിച്ചപ്പോഴോ ആദ്യം ചിത്രാംഗതൻ ഒരു ഗന്ധർവന്റെ ആക്രമണത്തിൽ, അതേ പേര് തന്നെയുള്ള ഗന്ധർവന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് ഈ വിചിത്രവീര്യനും രാജയക്ഷ്മാവ് പിടിപെട്ട് വലിയ ക്ഷയം ബാധിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോ എങ്ങനെയാണ് ധർമ്മിഷ്ഠനായ ജ്യേഷ്ഠനായ ഭീഷ്മരിക്കെ എങ്ങനെയാണ് അദ്ദേഹം ആ രാജാവാക്കി വാഴിച്ചതാണ് എന്നറിഞ്ഞുകൊണ്ട് വിചിത്രവീര്യൻ എങ്ങനെ രാജ്യം ഭരിച്ചു? ഇതാണ് ജ്യേഷ്ഠേ ഭീഷ്മേ സ്ഥിതേ പൂർവം ധർമ്മിഷ്ഠേ രൂപവത്യപി കൃതവാൻ സ കഥം രാജ്യം സ്ഥാപിതസ്തേന ജാനത. പിന്നെ മൃതേ വിചിത്രവീര്യതു. ആ വിചിത്രവീര്യം മരിച്ചപ്പോഴോ സത്യവതി അതിദുഃഖിത. സത്യവതി വല്ലാതെ വിഷമിച്ചു. എന്നിട്ടും വധൂഭ്യാം ഗോളകൗ പുത്രവും, വധുക്കളെ കൊണ്ട് രണ്ട് വിധവാപുത്രന്മാരെ ഉത്പാദിപ്പിച്ചത്. ജനയാമാസ സാ കഥം. എന്തിനു വേണ്ടിയാണ് സത്യവതി ഇങ്ങനെ ചെയ്തത്? കഥം രാജ്യം ന ഭീഷ്മായ ദദൗ സാ വരവർണിനി. സാ വരവർണിനി, ആ സുന്ദരിയായ സത്യവതി എന്തുകൊണ്ടാണ് ഭീഷ്മർക്ക് രാജ്യത്തെ കൊടുക്കാതിരുന്നത്? ന കൃതസ്തു കഥം തേന വീരേണ ദാരസംഗ്രഹ. ഇവിടെ വീരനായ അദ്ദേഹം എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല? ഭീഷ്മർക്ക് എന്തുകൊണ്ട് രാജ്യം കൊടുത്തില്ല? ഭീഷ്മർ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല? അധർമ്മസ്തു കൃതകസ്മാൽ വ്യാസേനാമിത തേജസ ജ്യേഷ്ഠേന ഭ്രാതൃഭാര്യായാം പുത്ര ഉത്പാദിതാവിധി. അമിത തേജസ്വിയായിരിക്കുന്ന വ്യാസേന അമിത തേജസ എന്നാണ് എപ്പോഴും പറയുക. അമിത തേജസ്വിയായിരിക്കുന്ന വ്യാസൻ അധർമ്മം ചെയ്യാൻ എന്താണ് കാരണം? എന്താണ് അധർമ്മം? ജ്യേഷ്ഠൻ സഹോദര ഭാര്യയിൽ പുത്രന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളത്, അതാണ് ചെയ്തത്, അല്ലേ? ജ്യേഷ്ഠേന ഭ്രാതൃഭാര്യായാം പുത്രാവ് ഉത്പാദിതാവിധി. ഇതാണ് ഏറ്റവും വലിയ അധർമ്മം. കാരണം പുരാണകർത്താവായിരിക്കുന്ന ധർമാത്മാവായിരിക്കുന്ന
സ കഥം കൃതവാൻ മുനി, എങ്ങനെയാണ് മുനി ഇത് ചെയ്തത്? സേവനം പരദാരാണാം ഭ്രാതൃശ്ചൈവ വിശേഷത, മറ്റുള്ളവരുടെ ഭാര്യയെ സ്വീകരിക്കുക, കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അധർമ്മമാണ്. പ്രത്യേകിച്ചും ഭ്രാതൃശ്ചൈവ വിശേഷത, സഹോദര ഭാര്യമാര് എന്നുള്ളത് കുറച്ചുകൂടി വിശേഷിച്ചും വലിയ ദോഷമാണ്. ഇപ്പൊ ധർമാത്മാവായിരിക്കുന്ന വ്യാസൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ജുഗുപ്സിതമിതം കർമ്മ സ കഥം കൃതവാൻ മുനി, ശിഷ്ടാചാര കഥം സൂത വേദാനുമിതി കാരക. ഇപ്പോൾ ശിഷ്ടാചാരനായിരിക്കുന്ന എല്ലാം വേണ്ടതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന വേദം വിഭജിച്ച ആ മുനി എങ്ങനെയാണ് ഇത്രയും നിന്ദ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി, സഹോദര ഭാര്യയെ പ്രാപിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ്. വ്യാസശിഷ്യോസി മേധാവിൻ സന്ദേഹം ഛേത്തുമർഹസി ശ്രോതുകാമ വയം സർവേ ധർമ്മക്ഷേത്രേ കൃതക്ഷണാഹ. സൂത, അങ്ങ് വേദവ്യാസന്റെ ശിഷ്യനാണ്, മേധാവിയാണ്, ഞങ്ങളുടെ സംശയത്തെ നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ധർമ്മക്ഷേത്രത്തിൽ, ഈ നൈമിഷാരണ്യത്തിൽ ഞങ്ങളെല്ലാവരും കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നത്, അതുകൊണ്ട് ആ കഥ പറയൂ എന്ന് പറയുന്ന രംഗത്തിലാണ് ആ 14-ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. സൂതൻ നൽകുന്ന മറുപടികളാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. 15-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ, അമ്മയുടെ ചരണപത്മങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കണു. എല്ലാവരെയും ആ ജഗദംബിക അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.